കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് കിഡ്സ് റൂം ആണെന്ന് വിചാരിച്ച് ഇവിടെ കിടക്കാലോ. ഷർട്ട് ഇല്ലാതെ എന്തിനാ ഇവിടെ കിടന്നേ? എനിക്ക് ഷർട്ട് ഇട്ട ഉറക്കം വരില്ല, അതുകൊണ്ടാ. കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇങ്ങനെ കിടന്ന ശീലിച്ച്, അതുകൊണ്ടല്ലേ. ഇനി മുതൽ ഞങ്ങളുടെ റൂമിൽ നീ കിടക്കാൻ പാടില്ല. അല്ല, നമ്മള് മൂന്നുപേരും കൂടി ഈ റൂം ഷെയർ ചെയ്ത് കിടന്നോളാൻ വല്യമ്മ പറഞ്ഞായിരുന്നു. പറ്റില്ല, ആ ഇത് ഞങ്ങളുടെ റൂം. ഞങ്ങൾ മാത്രം ഇവിടെ കിടന്നാ മതി. ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്റെ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ റൂം നമ്മൾ മൂന്നുപേരുടെ അല്ലേ. ഗേൾസ് റൂമിലോട്ട് ബോയ്സിനെ അലൗഡ് ചെയ്യത്തില്ല. നമ്മുടെ ഇടയിൽ ഗേൾസ് ബോയ്സ് അങ്ങനെയൊന്നുമില്ല. ചേട്ടനും അനിയത്തിമാരോ നമ്മള്. അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അച്ഛന്റെ കൂടെ പോയി കിടന്നോ. അങ്ങനെ പറയാനായിട്ട് നീ ആരാ? ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ. അത് ഞങ്ങളും കൂടി വിചാരിക്കട്ടെ, നീ പറഞ്ഞു തരണ്ട. എന്നോട് എന്റെ അമ്മ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ പോയി നിന്റെ അമ്മയോട് പറ, ഞങ്ങൾ നിന്റെ കൂടെ ഒരുമിച്ചിരിക്കില്ല. ഒരുമിച്ചിരുന്നേ പറ്റൂ. അങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി അച്ഛനോട് പറ. ആ പറഞ്ഞോളാം, പാടി. ഞാൻ എന്റെ അമ്മയോടും പറഞ്ഞു കൊടുക്കും. കാർത്തിക കഴിഞ്ഞോ? ദാ വരുന്നു അഖിൽ. ഒന്ന് വേഗം വാ, സമയമായി. എന്താണ് ഇത്രയും നേരമായത്? ഇത്രയും നേരോ? നേരത്തെ എത്തിയില്ലേ? അത് മാത്രമല്ല, മോർണിംഗ് കുളിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ. ഓ, അതും നീ പ്രഷർ ചെയ്തിട്ടാ. കുളിക്കാതെ പോയി പൂജയെ പങ്കെടുത്താൽ അത് നന്നായിരിക്കോ? ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ. ഈശ്വരനെ കാണുന്ന എന്റെ അമ്മയും ചീറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റാ അത്. സമയമായി. എന്താ രണ്ടുപേരും വരാത്തത്? ഇപ്പൊ വരും അമ്മേ, രണ്ടുപേരും. മുഹൂർത്തത്തിന് ഇനി 5 മിനിറ്റ് സമയമേ ഉള്ളൂ. അയ്യോ, ഏട്ടത്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയല്ലോ. കാർത്തിയോട് വേഗം വരാൻ പറയണം. നിനക്കെന്താ? എന്ത് വേണമെങ്കിലും പറയാം. റെഡി ആവുന്നത് ഞാനല്ലേ. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ കാർത്തിക ഞാൻ പറയുന്നേ. എന്റെ മോം പോലും ഇങ്ങനെയൊന്നും പറയാറില്ല, അറിയാമോ? ഇപ്പൊ നീ നിന്റെ മോമിന്റെ ബേബിയല്ല, ഈ വീട്ടിലെ മരുമകളാ. ഈ വീടിന്റെ ചിട്ടവട്ടം അനുസരിച്ച് പോണം. ഇപ്പൊ തന്നെ ഹസ്ബൻഡിന്റെ അധികാരം തുടങ്ങിയോ? ഈ ഹെയർ നോക്ക്, എപ്പോ ഉണങ്ങാനാ? അത് ഉണങ്ങൊന്നും വേണ്ട, നീ ഇപ്പൊ ഇങ്ങനെ പോയാ മതി. ആരെങ്കിലും ഇങ്ങനെ പോവോ? ഒരു മിനിറ്റ്, അങ്ങോട്ട് തിരിഞ്ഞ്. പൂജയ്ക്ക് ഇങ്ങനെ പോയാ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പറയുന്നുണ്ട്. നാളെ മുതൽ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ മോമിനോട് ഞാൻ പറയും. കാർത്തികേ, മോളെ കാർത്തികേ, റെഡിയായോ മോളെ? ഞാൻ റെഡിയാ ആന്റി. എന്റെ ചക്കരെ, എത്ര പെട്ടെന്ന് റെഡിയായത് നീ. വേഗം വാ മോളെ, നിന്റെ അമ്മായിടെ ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? മാർക്കെന്ന് വെച്ചാ പൂജയിൽ പങ്കെടുക്കാനല്ലേ പോകുന്നേ, അല്ലാതെ പരീക്ഷയൊന്നും അല്ലല്ലോ. അതൊക്കെ ലേഡീസിന്റെ കാര്യാടാ, അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. സത്യം പറയലാമ, എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എടാ, നിന്റെ ഭാര്യക്ക് നല്ലതാണോ ചെയ്യുന്നേ, അത് തെറ്റാണോ? ഇളയമ്മ ഇവിടെ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും. നോക്കിക്കോ മോളെ കാർത്തികേ, നിന്റെ ഭർത്താവ് എന്തൊക്കെയാ പറയുന്നേന്ന്. ആന്റി ഒന്നും പറയില്ലേ? ആന്റി വാ. മോളെ വാ, നീ കൂടെ. ഇവൾ അവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു പോയി നോക്കണമല്ലോ.
ഗുഡ് മോർണിംഗ് അമ്മേ. സോറി, ലേറ്റ് ആയി പോയോ? ഇല്ല, സമയത്ത് തന്നെ വന്നത്. ആക്ച്വലി എനിക്ക് ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നതാ ശീലം. എന്തിനാ അത്ര നേരത്തെ എഴുന്നേക്കുന്നേ? ചെറുതിലേ മുതൽക്ക് ഞാൻ അങ്ങനെയാ അമ്മേ. ഏർലി മോർണിംഗ് എഴുന്നേറ്റ് യോഗ ചെയ്യും, അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ, എന്നിട്ട് എക്സസൈസ് ചെയ്യും, അത് കഴിഞ്ഞ് കുളിച്ചിട്ട് എല്ലാ ജോലികളും ചെയ്യും. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇത്രയും സമയം ആവും അമ്മേ. കൊച്ചു കള്ളി, എന്തു ഭംഗിയായിട്ടാ നീ നുണ പറയുന്നേ. ഏട്ടത്തി അത് വിശ്വസിച്ചു എന്നാ തോന്നേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ല ശീലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലതാ. എനിക്ക് ഗുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാ ജീവനാ അമ്മേ. ആരോഗ്യമാണ് മഹാഭാഗ്യം. ഇത്രയും കള്ളം ശരീരത്തിന് നല്ലതല്ല മോളെ. ഇപ്പോ ഇന്നലെ മുതല് അമ്മയുടെ മകന്റെ ഡ്യൂട്ടി എനിക്കല്ലേ. എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ലായിരുന്നു. എഴുന്നേക്കത്തത് ആരാടി? നീയാണോ ഞാനാണോ? വളരെ കഷ്ടപ്പെട്ട ഉറക്കത്തീന്ന് എഴുന്നേൽപ്പിച്ചത്. പൂജയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പോയപ്പോ കുളിക്കാനേ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയതമ്മേ. അതെ, അവന് കുറച്ച് താമസമുണ്ട് എഴുന്നേൽക്കാൻ. ചെറുപ്പത്തിലെ കുറച്ച് ലാളിച്ചത് കൊണ്ടാ. അതൊന്നും കുഴപ്പമില്ല അമ്മേ. ഇനി മുതല് ഞാൻ നോക്കിക്കോളാം. എന്നെ നീ നോക്കോ അതോ നിന്നെ ഞാൻ നോക്കണോ? എന്ത് പറഞ്ഞാലും അനുസരിക്കും. നല്ല ആളാ. ശരി, പറഞ്ഞതൊക്കെ മതി മോളെ. പൂജയ്ക്ക് സമയാവുന്നു. ഓക്കെ ആന്റി. അപ്പോ അമ്മേ, പൂജ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, വസു വന്നില്ലല്ലോ, ഇതുവരെ എത്തിയില്ലല്ലോ. വസുവിനോട് ഇളയമ്മ പറഞ്ഞില്ലായിരുന്നോ? അതെന്നെ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറയാതിരിക്കോ? വസുവിനോട് നീ പറഞ്ഞില്ലേ ഭാവനെ? ഇളയമ്മ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞു. വേഗം വരാൻ വേണ്ടി പറഞ്ഞതാ എടുത്തി. പക്ഷെ ഇതുവരെ എന്താ കാണാത്തെന്നറിയില്ല. ഞാൻ പോയി വസുവിനെ വിളിച്ചിട്ട് വരാമേ. നിൽക്ക്. ഞാൻ തന്നെ പൊയ്ക്കോളാം. അയ്യോ, അമ്മ എന്തിനാ പോകുന്നത്? കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം അമ്മായി മരുമോളെ തേടി ചെന്നു എന്നുള്ള അഭിമാനം അവൾക്കിരിക്കട്ടെ. വീട്ടിലെ ശീലമൊക്കെയല്ലേ ഇവിടെയും കാണിക്കൂ. ഏട്ടത്തി എന്തിനാ പോകുന്നേ? ഞാൻ തന്നെ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോകാം. അവള് മനസ്സിലാക്കണം. ഇപ്പൊ കിട്ടുക വസൂന്. ഏട്ടത്തി അവളുടെ പരിപ്പും പായസം ഒക്കെ ഇപ്പൊ എടുക്കും. എനിക്ക് രാവിലെ തന്നെ നല്ലൊരു ടിഫിൻ കിട്ടിയതുപോലെ. എന്താ ഇത്? ഷോട്ടൊന്നും വിടാതെ ഇങ്ങ് വന്നേ. നിന്നെ ആരാ എഴുന്നേപ്പിച്ചേ? നീ സ്വന്തമായിട്ട് എഴുന്നേറ്റതാണോ അതോ ആരെങ്കിലും എഴുന്നേപ്പിച്ചോ? ഞാൻ എഴുന്നേറ്റതല്ല, അവരെന്നെ എണ്ണിപ്പിച്ചതാ. ആര്? വേറെ ആരാ? ആനയും കീർത്തിയും തന്നെ. അത് അവരുടെ റൂമാണെന്ന്. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ലെന്നും പറഞ്ഞു. അമ്മ തന്നെ പറയ, അത് കിഡ്സ് റൂം തന്നെയല്ലേ, അവിടെ ഞാൻ ഉറങ്ങാൻ പാടില്ലേ? അത് അവരോട് പോയി പറയാവോ? പറയാടാ. എന്നാ ഞാൻ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. എഴുന്നേറ്റതിന് ശേഷം പിന്നെ ഉറങ്ങാൻ പാടില്ല, ബാഡ് ഹാബിറ്റാ. ശരി,
എന്നാ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ഉണ്ണി നിക്ക്. എന്തുറ്റി? വാഷ്റൂമില് അദ്ദേഹം ഉണ്ട്. അച്ഛൻ തന്നെയല്ലേ? അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് നീ അകത്തേക്ക് പോയിക്കോ. പറ്റില്ല, എനിക്ക് അർജന്റായിട്ട് സൂസു പോണം. ഇപ്പോഴല്ലേടാ നിനക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് സൂസു പോണോന്ന് പറഞ്ഞു. ഉറങ്ങാൻ പാടില്ലെന്ന് അമ്മയല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ എനിക്ക് പോകാൻ തോന്നിയത്. അച്ഛാ, ഉണ്ണി പെട്ടെന്ന് ഡോറ് തുറക്ക്, എനിക്ക് സൂസു പോണം. ഉണ്ണി തെറ്റാ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്. എനിക്ക് പറ്റില്ല അമ്മേ. അച്ഛാ, കഥക്ക് തുറക്ക്, എനിക്ക് സൂസു പോണം. തെറ്റാ ഉണ്ണി, അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്. അച്ഛാ, അച്ഛാ, അർജുനടി സൂസു പോണം. ഉണ്ണി വേഗം വാ. വെയിറ്റ് ചെയ്യമ്മേ. എന്ത് ചെയ്യുക അബി? അത് അമ്മേ, ഉണ്ണി വാഷ്റൂമിനകത്ത് പോയിരിക്കുക. നീ വെളിയിലെ വാഷ്റൂമിൽ പോ. ഇതെല്ലാം സഡനായിട്ട് നടന്നതാണോ? അത് അമ്മേ, ഇത്രയും നേരവും അദ്ദേഹം വാഷ്റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്നെ. ഇപ്പോഴാ ഉണ്ണി വാഷ്റൂമിനകത്ത് പോയത്. നിനക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന ശീലമില്ലേ? അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെക്കണമെന്ന കാര്യം അറിയില്ലേ? നിനക്കറിയില്ലെങ്കിലും ഇവിടെയുള്ളവർ പറഞ്ഞില്ലേ? എന്നിട്ടും എന്താ നീ റെഡിയാവാത്തത്? ഇളയമ്മ എന്നോട് പതുക്കെ റെഡിയായി മതിയെന്ന് പറഞ്ഞു. എന്താ മോളെ പറയുന്നേ? ഞാൻ പെട്ടെന്ന് റെഡിയാവാനല്ലേ പറഞ്ഞത്. സമാധാനമായിട്ട് റെഡിയാവണമെന്നാണോ നീ കേട്ടത്? കണ്ടു ഏട്ടത്തി, ഇതുകൊണ്ടാ ഞാൻ ഒരു ജോലി ഏറ്റെടുക്കാത്തത്. എന്ത് ചെയ്താലും അത് എനിക്ക് തന്നെ തിരിച്ചടിക്കും. എല്ലാരും എന്നെ തന്നെയാ പറയുന്നേ. എന്റെ ജാതകം അങ്ങനെ തന്നെയാ. സോറി മോളെ വസു, തെറ്റു പറ്റിപ്പോയി, ക്ഷമിച്ചേക്ക്. എന്തിനാ ഏട്ടത്തി സോറി പറയുന്നത്? തെറ്റ് ചെയ്തത് അവളാ. ഏട്ടത്തി പറഞ്ഞത് അവള് ശ്രദ്ധിച്ച് കേട്ടില്ല. എന്താണോ എടുത്തി? പഴയ അമ്മായിയമ്മയുടെ അടുത്ത് നിന്നതുപോലെ ഇവിടെ നിക്കണമെന്നാ ഇവള് വിചാരിക്കുന്നത്. അവിടെ നടന്നതുപോലെ ഇവിടെ അങ്ങനെ നടക്കാന്നാ വിചാരിക്കുന്നത്. നിന്നെക്കാട്ടിലും ഇളയതാ കാർത്തിക. അവള് സമയത്ത് റെഡിയായി വന്നു. നീ വേറെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മകനെ റെഡിയാക്ക്. ഞാൻ പോയി കാർത്തികയോട് വിളക്ക് കത്തിക്കാൻ പറയാം. അമ്മേ,
എന്താ മോളെ? വന്ന് കേറിയ രണ്ടാമത്തെ ദിവസം തന്നെ വഴക്ക് കേൾക്കേണ്ടി വന്നല്ലോ. ഇനിയെങ്കിലും ശ്രദ്ധിക്കണേ മോളെ. വസു എവിടെ അമ്മേ? ആ മഹാറാണി ഇതുവരെ റെഡി ആയിട്ടില്ല മോളെ. അതെന്താ ഇതുവരെ റെഡി ആയില്ലേ? ഇളയമ്മ വസുവിനോട് പറഞ്ഞില്ലായിരുന്നോ? എന്താ പറഞ്ഞില്ലെന്നാണോ നിന്റെ സംശയം? അങ്ങനെയല്ല ഇളയമ്മേ, പറഞ്ഞിട്ടും വസു എന്താ റെഡിയാവാതിരുന്നേ? അവൾക്ക് പൂജയേക്കാൾ പ്രധാനം അവളുടെ മകന്റെ കാര്യമാണ്. അത് തന്നെ, ഓരോ കാര്യത്തിനും ആ ചെറുക്കന്റെ കാര്യം മുന്നിലോട്ട് എടുത്തങ്ങിടും. അവക്ക് മാത്രം കുട്ടിയുള്ളത് പോലെ വേറെ ആർക്കില്ലാത്ത കണക്ക് അവള് നടക്കുന്നത്. ഉണ്ണി ഇത്ര നേരത്തെ എഴുന്നേറ്റോ? എണീറ്റതാണോ അതോ ഇവൾ എണീപ്പിച്ചതാണോ അതൊക്കെ ആർക്കറിയാം. അതൊരു കാരണമാക്കി അവള് റെഡി ആവാതെ ഇതൊരു കാരണമാക്കി വെച്ചോണ്ടിരിക്കുക. ഈ കാർത്തികയെ നോക്ക്, പണത്തിന്റെ മുകളിലാ ജനിച്ചു വീണത്. എന്നിട്ട് എന്തൊരു അനുസരണയെന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞ ഉടനെ പെട്ടെന്ന് റെഡിയായിട്ട് വന്നു. മരുമകളായ ഇങ്ങനെ ഇരിക്കണം. രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊന്നും അറിയില്ലെങ്കിൽ എങ്ങനെയാ? രാവിലെ തന്നെ ഒരു കാര്യമില്ലാതെ നിന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചു. ഞാൻ പോയി വസുവിനെ റെഡിയാക്കി കൊണ്ടുവരാം. അതിന്റെ ആവശ്യമില്ല. അവൾക്ക് വേണ്ടി ദൈവവും മുഹൂർത്തവും കാത്തു നിൽക്കുവോ? അവൾ അവളുടെ മകനെ നോക്കട്ടെ. പൂജ കാർത്തികയെ കൊണ്ട് ചെയ്യിച്ചോളാം. വസു കൂടി വിളക്ക് തെളിയിക്കണമല്ലോ അമ്മേ. അതിനെ കുറിച്ചുള്ള വിവരം അവക്ക് വേണ്ടേ? വസു ഇങ്ങനെ ചെയ്യത്തില്ല. എന്താ അവള് റെഡിയാവാത്തെന്ന് അറിയില്ല. എന്താ മോളെ ഇത്? നിന്റെ അനിയത്തിയുടെ മേലെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? ഇപ്പൊ നേരിട്ട് പോയി അവളെ കണ്ടിട്ട് വന്ന ഞാനും നിന്റെ അമ്മായിയമ്മയും മണ്ടന്മാരാ? അങ്ങനെ അല്ല ഇളയമ്മേ. വസുവിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞത് മതി ഭാവനെ. മുഹൂർത്തം കഴിയുന്നതിന് മുൻപേ പൂജ ആരംഭിക്കണം. കാർത്തികേ, നീ തുടങ്ങി വെക്ക്. ശരി അമ്മേ. ഇതില്ലല്ലോ. ഇടി മണ്ടി, അത് അനുഗ്രഹം വാങ്ങിക്കാനാ. നിനക്ക് നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേരം അത്. പോ 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 ചെല്ലേ. എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. അയ്യോ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എഴുന്നേൽക്ക്. എന്ത് മര്യാദ, എന്ത് എളിമ. മുതിർന്നവരുടെ അടുത്ത് എന്താ ബഹുമാനം. ഏട്ടത്തിയുടെ ഈ മരുമോളാ ഏട്ടത്തിയുടെ ഏറ്റവും നല്ല മരുമോളായിട്ട് ഇരിക്കാൻ പോന്നെ.
ഭാവനേ, ഇനി മുതൽ നിന്റെ സ്ഥാനം കാർത്തിക അടിച്ചോണ്ട് പോവാൻ പോവാ. എളിമേല് നിന്നെ വെല്ലുന്നാ തോന്നേ. ആ വാസു ആണെങ്കിൽ എന്നെ ചോദിച്ചാ കാരണം പറഞ്ഞോണ്ടിരിക്കും. ഒരു ബഹുമാനമില്ല, മര്യാദയില്ല. കുടിലിന്ന് കൊട്ടാരത്തിലേക്ക് വന്നതല്ലേ. ഉണ്ണി, നീ ഗുഡ് ബോയ് ആയിട്ടിരിക്കണം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഒന്നും ചെയ്യത്തില്ല അമ്മേ. അനുവും കീർത്തി എന്റെ കൂടെ വഴക്കുണ്ടാക്കാൻ വരുന്നത്. അവര് നിന്റെ അനിയത്തിമാരാ. അവര് നിന്നോട് വഴക്കുണ്ടാക്കിയാലും നീ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ചേട്ടനെ പോലെ സ്നേഹത്തോടെ ഉണ്ടാവണം.